ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് വർക്കിനുള്ള വണ്ടി ഹൈക്രോസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിതാ ഫുഡ് സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഇന്ന് വർക്കായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻസ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഫുൾ വീഡിയോസാണ് കേട്ടോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മറക്കാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഹൈക്രോസിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 4 ഡോർ പാഡ് കാര്യങ്ങളെല്ലാം ഫുള്ള് റിമൂവ് ചെയ്യാനുള്ള പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ 3 ഡോർ പാഡ് റിമൂവ് ചെയ്തു. ഇതാ ഹൈക്രോസിൻ്റെ ഈ ഒരു സൈഡ് പാനൽ നമ്മൾ റിമൂവ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ക്യാപ്പ് ഉണ്ട് കേട്ടോ. ഈ ക്യാപ്പ് നമ്മൾ താഴോട്ടാക്കി കൊടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ക്രൂ എടുക്കാൻ പറ്റുള്ളൂ. ഈ ക്യാപ്പ് ഒരിക്കലും റിമൂവ് ചെയ്തെടുക്കല്ലേ കേട്ടോ. റിമൂവ് ചെയ്തെടുത്താൽ തിരിച്ച് ഇടാനായിട്ട് ഭയങ്കര പാടാണ് ഈ ഒരു ക്യാപ്പ് ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 2 സ്ക്രൂവും ഇവിടുത്തെ ഈ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പാഡ് ഊരുന്നതൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് കൊടുത്താൽ മതി, ഊരി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിന് സ്ക്രൂ ഒന്നും ഒരിക്കലും ഇതിനകത്തോട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഇളക്കണമെന്നുണ്ടെങ്കിൽ ഈ പാഡ് മൊത്തം റിമൂവ് ചെയ്യേണ്ടി വരും, അതിന് സ്ക്രൂവിൻ്റെ ഇടയിലായി കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ സ്ക്രൂ ഊരാൻ ശ്രദ്ധിച്ച് വേണം ഊരാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ആംബിയൻസ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർസോണിക്കിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇത് 6 പീസിൻ്റെ ആയിട്ടുള്ള സെറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 5 യൂണിറ്റ് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും 6 പീസിന് എന്തിനാ 5 യൂണിറ്റ് 6 യൂണിറ്റ് വരില്ലെന്ന് ഇല്ല. നമുക്ക് ഡാഷ്ബോർഡിൽ നമുക്ക് ഒറ്റ യൂണിറ്റിൽ നിന്നാണ് നമുക്ക് 2 സൈഡിലേക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈക്രോസിന് നമുക്ക് 5 പീസ് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 6 പീസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വയർ കിറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട് നമ്മൾ ഈ ഒരു ആംബിയൻസ് ലൈറ്റൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് വയർ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുമെന്ന് ചോദിക്കാറുണ്ട്. വയർ കട്ടിങ് കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ. നമുക്കിത് കപ്ലറിൽ തന്നെ ഡയറക്റ്റ് ആഡ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഈ സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നത് കൂടെ കാണിച്ചു തരാം. ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ടെസ്റ്റ് ലാബിൽ വയർ ചെക്ക് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ക്ലിപ്പോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ പോരാത്ത നമുക്ക് ഇതിനകത്ത് സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മോഡ് അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രൈവർ സൈഡ് ഡോർ പാഡാണ് ഈ കാണുന്നത്. ഈ ഡോർ പാഡിൽ നമുക്ക് ആംബിയൻസ് ലൈറ്റ് ഈ പോർഷൻ തൊട്ട് ഇവിടം വരെ നമുക്ക് ആംബിയൻസ് ലൈറ്റ് കിട്ടും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതെല്ലാം വെച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കണക്ഷൻ എടുക്കുന്നത്. ഇത് നമ്മൾ പവർ വിൻ്റെ കണക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നെ ഉള്ളിലേക്ക് തന്നെ സെറ്റ് ആയിട്ടാണ് ഇട്ട് എടുക്കുന്നത്. വയർ കട്ടിങ് കാര്യങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ നമ്മൾ ഹൈക്രോസിൻ്റെ അകത്ത് ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് സ്റ്റെപ്പ് ഇൻസ്റ്റാളേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിലത്തെ റണ്ണിങ് ബോർഡ് കാര്യങ്ങളൊക്കെ ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട്. റണ്ണിങ് ബോർഡെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബോഡി ഫിറ്റ് ആയിട്ടുള്ള സൈഡ് സ്കേർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പീസുകളെല്ലാം ഫുള്ള് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ഫുഡ് സ്റ്റെപ്പ് ആഡ് ചെയ്യാനായിട്ടുള്ള. പിന്നെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിയിൽ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫുഡ് സ്റ്റെപ്പ് വരുന്നത്. ക്ലിപ്പ് കാര്യങ്ങളെല്ലാം ഫുള്ള് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കെല്ലാത്തിനും ആഡ് ചെയ്താൽ മതി. എപ്പോഴും അങ്ങനെയുള്ള ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ അടിയിൽ നമ്മൾ ക്ലാമ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 2 3 4 5 ക്ലാമ്പ് വരും കേട്ടോ നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ ക്ലാമ്പിനകത്താണ് ഈ സംഭവം സെറ്റ് ചെയ്ത് നിർത്തുന്നത്. ഫുഡ് സ്റ്റെപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് മാക്സിമം നമുക്കൊരു അരമണിക്കൂറും മതി കേട്ടോ. ഫുഡ് സ്റ്റെപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. മാക്സിമം ഒരു അരമണിക്കൂറുണ്ട് നമുക്ക് ഫുഡ് സ്റ്റെപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സൈഡിലത്തെ റണ്ണിങ് ബോർഡിനെ റിമൂവ് ചെയ്യുക, ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ആഡ് ചെയ്യുക, ഇത് മാത്രമാണ് വർക്കായിട്ടുള്ളത്. പിന്നെ ഇച്ചിരി ചടങ്ങെന്ന് വെച്ചാൽ ഈ ക്ലാമ്പുകൾ ഇടണം, അത് മാത്രമല്ല ക്ലാമ്പുകൾ നമുക്ക് മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമില്ല, നമുക്ക് ഇതിനകത്ത് ലോക്ക് കാര്യങ്ങൾ അതിൻ്റെ സ്ക്രൂ എല്ലാം നമുക്ക് ഈ ഒരു ഫുഡ് സ്റ്റെപ്പിൻ്റെ കൂടെ വരുന്നുണ്ട്. നമുക്ക് ഫുഡ് സ്റ്റെപ്പ്
നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അഡീഷണലായിട്ട് വേറെ ഒരു ക്ലിപ്പോ സ്ക്രൂവോ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് റീപ്ലേസ് ചെയ്ത് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ഫുഡ് സ്റ്റെപ്പാണ് ഈ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ചിനകത്ത് നമുക്ക് ഓരോ മോഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കതിനകത്ത് ഒരുപാട് മോഡ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് ആപ്പ് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് സ്വിച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനകത്ത് ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഇവിടെ ഡാഷ്ബോർഡിലുള്ള ആംബിയൻസ് ലൈറ്റ് നൽകിയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മുടെ ഡോറിൻ്റെ ഈ സൈഡ് വശത്താണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിയും ഈ ഒരു ഡോർ പാഡ് മാത്രമാണ് എത്ര കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ബാക്ക് ഡോറാണെങ്കിൽ നമുക്ക് ഫുള്ള് ലെങ്ത് തന്നെ കിട്ടും നമുക്ക് ആംബിയൻസ് ലൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുണ്ടായിരുന്ന ആംബിയൻസ് ലൈറ്റ്, പിന്നെ നമ്മുടെ റൂഫിൽ ഫുള്ള് നമ്മൾ വൈറ്റ് ബൾബിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂഫിലുള്ളതും ഇൻറ്റീരിയറിലുള്ള ഫുൾ ലൈറ്റ് നമ്മളതങ്ങനെ ഫുള്ള് നമ്മൾ വൈറ്റ് ബൾബിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈക്രോസിനകത്തുണ്ടായിരുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംബിയൻസ് ലൈറ്റും അതേപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പും പിന്നെ ഇൻറ്റീരിയർ റൂഫിലുള്ള എല്ലാ ലൈറ്റും നമ്മൾ വാമായിരുന്നു. അതിന് ഫുള്ള് നമ്മൾ LED കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര മാത്രമാണ് കേട്ടോ നമുക്ക് ഹൈക്രോസിനകത്തുണ്ടായിരുന്ന വർക്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.